ഇന്ന് നമുക്കൊരു വെറൈറ്റി ഇഫ്താർ സ്നാക്ക് ഉണ്ടാക്കിയാലോ. ഇതൊരു മലബാർ സ്പെഷ്യൽ ഇഫ്താർ സ്നാക്കാണ് കേട്ടോ, കിളിക്കൂട്. അപ്പോൾ പേര് പോലെ തന്നെ കിളിക്കൂടുമായി നല്ല സാമ്യമുള്ളതുകൊണ്ടാണ് ഇതിന് കിളിക്കൂട് എന്നുള്ള പേര് വന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്, എന്നാലും നല്ല സൂപ്പർ ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഇനി ഇതിലേക്കൊരു മീഡിയം വലിപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. സവാള വാടിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കാനുള്ളത് പൊട്ടറ്റോയാണ്. അപ്പോൾ ഞാനിവിടെ 4 മീഡിയം വലിപ്പത്തിലുള്ള പൊട്ടറ്റോ പുഴുങ്ങിയതിന് ശേഷം ഉടച്ചെടുത്തതാണ് കേട്ടോ അത്. അപ്പോൾ പൊട്ടറ്റോ കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഉപ്പാണ് കേട്ടോ. അപ്പോൾ പൊട്ടറ്റോ പുഴുങ്ങിയപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം വേണം നമുക്കത് ഷേപ്പ് ചെയ്തെടുക്കാൻ. പിന്നെ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടത് കാടമുട്ടയാണ്. ഞാനിപ്പോൾ 20 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗാർണിഷ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ 20 എണ്ണം എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സിൽ നിന്നും കുറേശ്ശെ എടുത്തിട്ട് ആദ്യം ഒരു ബോൾസിൻ്റെ ഷേപ്പിലാക്കി എടുക്കുക. നല്ല പോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. അതിനുശേഷം കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തുക. എന്നിട്ട് ഒരു കാടമുട്ട ഇതിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ കാടമുട്ട തന്നെ വേണമെന്നില്ല കേട്ടോ. കോഴിമുട്ട, ഒരു ചെറിയ കോഴിമുട്ട പുഴുങ്ങിയതിന് ശേഷം 4 പീസായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അതും നമുക്കിതുപോലെ തന്നെ കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഇവിടെ നല്ല പോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്കിതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് നമ്മൾ എടുത്ത അളവിൽ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മുട്ട ബീറ്റ് ചെയ്തതാണ്, പിന്നെ സേമിയയും വേണം കേട്ടോ. ഞാനിപ്പോൾ വറുക്കാത്ത സേമിയ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ വറുത്ത സേമിയ ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബോൾ ആദ്യം മുട്ടയിലൊന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം സേമിയയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ബ്രെഡൊക്കെ പൊടിച്ചതിൽ കോട്ട് ചെയ്തെടുക്കുന്ന പോലെ അത്ര ഈസി ആയിട്ട് ഇതിമ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ സേമിയ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ നല്ല പോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല പോലെ തന്നെ നമുക്കിത് കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് വൈറ്റ് സേമിയ ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കോട്ട് ചെയ്തതുപോലെ കാണാത്തത്. ബ്രൗൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല പോലെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ എല്ലാം ഇപ്പോൾ സേമിയയിൽ കോട്ട് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നല്ല തിളച്ച എണ്ണയിലിട്ട് വേണം അത് ഫ്രൈ ചെയ്യാൻ. നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. കാരണം പൊട്ടറ്റോ ഒക്കെ ആൾറെഡി കുക്കായതാണ്. അപ്പോൾ ഇതിൻ്റെ പുറമേ ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഇവിടെ നല്ല പോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കിളിക്കൂട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. പുറമെ നല്ല ക്രഞ്ചി, അകത്ത് നല്ല സോഫ്റ്റും ആയിട്ടാണ് ഈ സ്നാക്ക് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിത് കിളിക്കൂടിൻ്റെ സെറ്റപ്പിലാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലൊക്കെ ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് കുറച്ച് കാടമുട്ടയൊക്കെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ കിളിക്കൂടിൻ്റെ ഒരു ടെക്സ്ചറിലാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല, അതിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തു എന്നേ ഉള്ളൂ. ശരിക്കും നമ്മൾ ഇത് സ്നാക്ക് അങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ ഗിവ് അവേ ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് കാടമുട്ടയാണോ അതോ കോഴിമുട്ടയാണോ കൂടുതൽ ഇഷ്ടം? അപ്പോൾ അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഫുൾ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം കമൻറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് സ്പാമിൽ പോവും, എനിക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്